SSLC+1 ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ DGPക്കും സൈബർ പോലീസിനും പരാതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പർ ചില യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തുവന്നത്. ഇതിന് കൂട്ടുനിന്ന അധ്യാപകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും മന്ത്രി വിളിച്ചു. SSLC ഇംഗ്ലീഷ് +1 ഗണിതം എന്നീ പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് മുൻപ് യൂട്യൂബ് ചാനലിൽ വന്നത്. സംഭവം അതീവ ഗൗരവമുള്ളതാണെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന പോലീസ് മേധാവി, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകിയെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചോദ്യപേപ്പർ നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാറുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിട്ടുവീഴ്ചകളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുകയില്ല. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അറിയാതെ ഇത് പുറത്തു പോകില്ല. സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് വേണ്ടി ചില പ്രത്യേക വിഷയങ്ങളിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണോ ഈ നീക്കം ഉണ്ടായത് എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് നിയമവിരുദ്ധമായി സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം അത് അന്വേഷണം നടത്താം, കർശനമായ നടപടി സ്വീകരിക്കാം. എന്ന് മാത്രമല്ല, ഇതിൻ്റെ അന്വേഷണം അവരിലേക്ക് വ്യാപിക്കും. അവരിലൂടെയാണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ടാൽ അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. തിങ്കളാഴ്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും മന്ത്രി വിളിച്ചു. യോഗശേഷമാകും കൂടുതൽ നടപടി, ക്രമീകരണം എന്നിവയിൽ തീരുമാനമുണ്ടാകുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.